إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل. പൗരാണിക വ്യാപാര കേന്ദ്രം, അറബിക്കടലിന് ഓരം ചേർന്നൊരു ചെറുപട്ടണം. തുറമുഖമായതുകൊണ്ട് തന്നെ ജങ്കാറിലും പത്തേമാരിയിലും കപ്പലിലുമായി ഇന്ത്യ, ഇറാൻ, മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നീ അവശ്യ വസ്തുക്കൾ വന്നിറങ്ങിയ ഒമാനിലെ ആദ്യ തുറമുഖമാണ് മാത്ര. ഗുജറാത്തിലെ കച്ച് പ്രദേശം ഒമാനോട് ഏറ്റവും അടുത്തു കിടക്കുന്നത് കൊണ്ട് തന്നെ കുടിയേറ്റക്കാരിൽ ബഹുഭൂരിഭാഗവും ഗുജറാത്തികളാണ്. പതിയെ പതിയെ ഇതര ദേശക്കാരെ പോലെ മലയാളികളും ഗുജറാത്തികളുടെ പിന്മുറക്കാരായി ഒമാനിന്റെ മണ്ണിൽ പ്രവാസം ആരംഭിച്ചു. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ സ്വഹാബികളിൽ പ്രമുഖനായ മാസിൻ ബിൻ വദൂബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഒട്ടനവധി മഹത്തുക്കളാൽ ധന്യമായ പ്രദേശം. കടലിനോട് കഥ പറഞ്ഞ് ചൂക്കിനകത്തുകൂടി മത്ര ടാക്സി സ്റ്റാൻഡിന് പിറകുവശത്തായി അന്തിയുറങ്ങുന്നവർ അവരിൽ ചിലർ മാത്രം. ഈ മഹാനവറുകൾ ദീനി പ്രബോധന രംഗത്ത് പ്രഭചരിഞ്ഞ വ്യക്തിത്വമാണ്. അനവധി കറാമത്തുകളുടെ ഉടമയായ മഹാനവറുകളുടെ മഖബറ റോഡ് വികസനത്തിനു വേണ്ടി പൊളിച്ചു മാറ്റാൻ ശ്രമം നടത്തിയപ്പോൾ യന്ത്രങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ കഥ പഴമക്കാർ ഓർക്കുന്നു. പുതുതലമുറക്ക് ഇതിലൊന്നും സമയമില്ലാത്തതിനാൽ അല്പം ചില വിശ്വാസികൾ ഇവ പരിചരിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നു. ഈ ഭാഗത്തു നിന്നും മത്രയിലേക്ക് വരുന്നവർക്ക് ഖൽഫാത്ത് ബിൽഡിങ്ങിന്റെ സമീപത്ത് ഈ മഖബറ ദർശിക്കാൻ സാധിക്കും. പ്രവാചകകാലം തൊട്ട് ഇസ്ലാമിന്റെ തൂവെളിച്ചം പുൽകിയെത്തിയ മലയാള മണ്ണിന്റെ വിശ്വാസികൾക്കൊരു പണ്ഡിത നേതൃത്വം. അവരെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഒന്നിച്ചു നിർത്തുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാക്കി മാറ്റി. അവർ നേതൃത്വം കൊടുത്ത SYS എന്ന സംഘടനയുടെ ചുവട് പിടിച്ച് പ്രവാസ ലോകത്ത് സംഘം ചേരുകയും സമുദായത്തിന് അനുഗുണമാകും വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. പ്രാരംഭകാലത്ത് കേവലം അങ്കുലിൽ പരിമിതം മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്ന സംഘത്തിന് വെള്ളവും വളവും നൽകി 10 ഇരട്ടി അംഗങ്ങളെ ചേർത്ത് ഒരു വലിയ വടവൃക്ഷമാക്കി മാറ്റുവാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഉമർ ഹാജി മത്ര എന്നറിയപ്പെടുന്ന നമ്മുടെ ഉമർക്ക. കുടുംബവുമായി കഴിയുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക പഠനം എന്ന ഉദ്ദേശത്തോടെ ചെറിയ രീതിയിൽ തുടങ്ങിയ മദ്രസ കേന്ദ്ര മോശാവറ അംഗം മഞ്ഞപ്പെട്ട ഉസ്താദിന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള അധ്യയന വർഷങ്ങളിൽ ഇക്കഴിഞ്ഞ 7ാം തരം പൊതുപരീക്ഷയിൽ ഈ മദ്രസയിലെ ഒരു വിദ്യാർത്ഥിനിക്ക് രാജ്യത്തെ 3ാം സ്ഥാനം കരസ്ഥമാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ വക കാര്യത്തിലും മറ്റ് സംഘടനാ കാര്യത്തിലും ഈ ടീം അവർക്ക് വളരെ ഗുണം ചെയ്യുകയും ചെറിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിറാജ് ജോലിക്കാരെ ചേർത്ത ഒമാനിലെ ഏക യൂണിറ്റ് എന്ന അംഗീകാരത്തിന് ഈ ടീം വർക്കിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ICF-ഉം RSC-യും ഒന്നിച്ചു നിൽക്കുക
ഈ നേതൃത്വത്തിന് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഒട്ടകമേട്ടിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ദുരിതങ്ങൾ പറയാതെ സുഖമേറെ അറിയാതെ സ്വയം നൊന്ത് പാടുന്നു കിനാപ്പക്ഷികൾ. കടൽ താണ്ടി വന്നാലും കൊടും ചൂടിലെന്നാലും കനൽ പോലെരിഞ്ഞാലും വരും പുഞ്ചിരി. അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. എത്രയെത്ര ശുഭസുദിനങ്ങൾ ജന്മനാട്ടിലൊരുങ്ങുമ്പോൾ ഉറ്റമിത്രങ്ങൾ